അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ കോഡിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ കുറേ പ്രോഗ്രാം ചെയ്യണം. ആദ്യം എഴുതി നോക്കണം, പിന്നെ ടൈപ്പ് ചെയ്ത് നോക്കണം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ശരി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഒത്തിരി എക്സസൈസ് വരും. അപ്പോൾ ഇത് രണ്ട് കാരണം കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്തുണ്ടാവും, സിൻറ്റാക്സ് ഒക്കെ കിട്ടും. നമ്മൾ സിൻറ്റാക്സ് അങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. സിൻറ്റാക്സ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലേ കിട്ടും. അതുകൊണ്ട് തന്നെ സിൻറ്റാക്സ് തരാമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രാം റൺ ചെയ്താൽ, അപ്പോൾ റൺ ചെയ്ത് നോക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് പേപ്പറും പെന്നും എടുത്ത് നിങ്ങളെ നോട്ട്ബുക്കിൽ ഈ പ്രോഗ്രാം ആദ്യം എഴുതുക, എന്നിട്ട് ചിന്തിക്കുക എന്തായിരിക്കും ഔട്ട്പുട്ട്. ഒരു ഹിൻറ്റ് മാത്രമേ ഞാൻ തരാം. ഇവിടെ ഇത് നമ്മൾ കാണാത്തൊരു കാര്യമാണ്. നമുക്ക് പൈത്തണിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ സ്ട്രിങ്ങുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്. പ്രിൻ്റ് i×4 എന്ന് പറഞ്ഞാൽ ഐയുടെ വില 4 ആണെങ്കിൽ 4 സ്റ്റാർ വരും. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രിൻ്റ് നമ്മൾ 4 ഇൻറ്റു, ഇതൊരു സ്ട്രിങ് ആണ്. കൊടുത്താൽ എന്ത് വരും? ഇത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വേണമെങ്കിൽ കുറേ കൗണ്ട് ചെയ്യാനൊക്കെ വിഷമമുണ്ടെങ്കിൽ നമുക്ക് ഒരു ആക്കാം. ഇവിടെ 2 3 നോക്കാം. എന്ന് വരും. അതിന് പകരം ഇവിടെ ഐന്ന് കൊടുക്കാം. ഐന്ന് കൊടുത്താൽ എന്ത് വരും? എന്ന് വരും. നോക്കാം. അപ്പോൾ ഇനി 2 ആണെങ്കിലോ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. 2 പ്രാവശ്യം എന്ന് വരും. അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്യാം. പൈത്തണിൽ സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ ഒരു ഐഡിയ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും. എന്നുവെച്ചാൽ പ്രിൻറ്റ് i×* എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അടുത്തത് റൈറ്റ് എ സ്ക്രിപ്റ്റ് ജനറേറ്റ് ദ ഫോളോയിങ് പാറ്റേൺ എന്നാണ്. അപ്പോൾ ആദ്യം 5 സ്റ്റാർ ഉണ്ട്, പിന്നെ 4 സ്റ്റാർ, പിന്നെ 3 സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, പിന്നെ 1 സ്റ്റാർ. ഇതെങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. അതിന് ഹിൻറ്റ് വേണോ? അതിന് വേണമെങ്കിൽ ഒരു ഹിൻറ്റ് തരാം. ഇപ്പോൾ ഐക്ക് നമുക്ക് കൗണ്ടിങ് അപ്പ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കൗണ്ടിങ് ഡൗണും പറ്റും. i = 5 വൈൽ i > 2 പ്രിൻറ്റ് i. എനിക്കിനി എന്ത് ചെയ്യാം? i അപ്ഡേറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഠിപ്പിക്കുമ്പം. i = i - 1 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് പറ്റും? ആദ്യം i 5 ആണ്. പിന്നെ അപ്പോൾ പ്രിൻ്റ് i എന്ന് പറയുമ്പോൾ 5 എന്ന് വരും, പ്രിൻ്റ് ചെയ്യും. പിന്നെ i എന്താവുന്നു? i 1 കുറയുകയാണ്, i 4 ആകുകയാണ്. 4 > 2 ആണ്. അപ്പോൾ പിന്നെ 4 പ്രിൻ്റ് ചെയ്യും. പിന്നെ i എത്രയാണ്? 3 ആവും. 3 > 2 ആണ്. പിന്നെ 3 പ്രിൻ്റ് ചെയ്യും. പിന്നെ i എത്രയാണ്? 2 ആവുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ഇതെന്താ ഇതിൻ്റെ ഔട്ട്പുട്ടെന്ന് നോക്കാം. ഇതൊരു ഹിൻ്റാണ് നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2-ന്. ഹിൻറ്റ് ഫോർ ക്വസ്റ്റ്യൻ 2. 5 4 3 1. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഐഡിയ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഇതിനെ ഹിൻ്റൊന്നും തരുന്നില്ല, ഇതേപോലത്തെ സാധനം നമ്മൾ ചെയ്തതാണ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ജനറേറ്റ് ദ ഫോളോയിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 1 5, ആദ്യം ഒരു സ്റ്റാർട്ട് എന്ന് വേണം. പിന്നെ 1 5 2 10 3 15 4 20 അങ്ങനെ 10 50 വരെ പോകണം. പിന്നെ എന്നിട്ട് സ്റ്റോപ്പ് വേണം. ഇതിന് ഹിൻറ്റ് തരുന്നില്ല. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇതേപോലത്തെ സാധനം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം. കുറച്ച് മേലോട്ടാക്കാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ഫോർ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ്
n നാച്ചുറൽ നമ്പേഴ്സ്. അതിനൊരു ഹിൻഡ് തരാം, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ചെയ്തിരുന്നു. സം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് 1 + 2 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് n ആണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നമ്മൾ ചെയ്തിരുന്നു. 1 + 2 പ്ലസ് ഇപ്പോൾ n 3 ആണെങ്കിൽ ഉത്തരം 6 ആയിരിക്കും. 1 + 2 + 3. n 5 ആണെങ്കിൽ 1 + 2 3, 1 + 2 + 3 + 4 + 5. അതേപോലെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2² അല്ലേ. 2² നമ്മൾ സ്ക്വയർ എന്ന് കാണിക്കുക ഇങ്ങനെ ഇടും. 3² പ്ലസ് എക്സെട്ര n². n 3 ആണെങ്കിൽ ഉത്തരം എന്ത് വരും? 1 + 2² എന്ന് പറഞ്ഞാൽ 4, 3² എന്ന് പറഞ്ഞാൽ 9, 14 കിട്ടണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്നുള്ളത് എന്താണ്? ഇതിൻ്റെ ഹിൻഡ് ഇതാണ് ഒരു കാര്യം. വേറെ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ ഒരു കീ കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് i × i. ഇതാണ് അതിലെ കീ. മറ്റേ നമ്മൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം ഒന്നുകൂടെ എടുത്ത് നോക്കാൻ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് i ആണെങ്കിൽ ഇവിടെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് i² എന്ന് വരും. ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വെച്ചാണ്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു റീഡ് 2 integers n and m and then generate the following table. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് സ്കൂളിൽ പറഞ്ഞത്. ഇപ്പം m 5 ആണെങ്കിൽ എന്ത് വരണം ഇവിടെ? ആദ്യത്തെ റോയിൽ കോളം പറയാം. m 5ഉം m = 5ഉം n 10 ആണെങ്കിൽ വരേണ്ടത് 10 വരെ എല്ലാത്തിൻ്റെയും ടേബിൾ വരണം. n = 10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളം 1 2 3 10 വരെ ആയിരിക്കും. രണ്ടാമത്തെ കോളം 2 4 എക്സെട്ര 20 വരെ ആയിരിക്കും. അവസാനത്തെ കോളം എന്തായിരിക്കും? 5 10 15 അവസാനം 50 വരെ വരും. ഇനി m 10 ആണെങ്കിലോ അവസാനത്തെ കോളം എത്രയായിരിക്കും? 10 20 30 100 വരെ വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച എല്ലാം മനസ്സിലായി, ലൂപ്പൊക്കെ മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, താങ്ക് യു.